അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധി. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനു സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനു സ്തുതി. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധി. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും കൃപാനിധി. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനു സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനു സ്തുതി. നന്ദിയോടെ ഞാൻ സ്തുതി പാടിടും എൻ്റെ യേശുനാഥ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. എനിക്കായി നീ ചെയ്തോരോ നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. പരിശുദ്ധനായിരിക്കുന്ന കർത്താവേ, വാഴ്ത്തപ്പെട്ടപ്പ. സ്വർഗം സിംഹാസനം ഭൂമി പാതപിടമാക്കി സറാബുകളുടെ മധ്യത്തിൽ അധിവസിക്കുന്ന വാഴ്ത്തപ്പെട്ട നാഥ, നല്ല ദൈവമേ, അഖിലാണ്ടത്തിന് സൃഷ്ടിതാവായിരിക്കുന്ന നാഥ, ജീവന്റെ പരിപാലകനായിരിക്കുന്ന കർത്താവേ, ആകാശത്തെ വിരിക്കുകയും ഭൂമിക്ക് അടിസ്ഥാനം ഇടുകയും ചെയ്ത കർത്താവേ, കാദേശ് മരുവിനെ നടുക്കിയ അപ്പ, ഇരുമ്പോടാമ്പുകളെ ഖണ്ഡിച്ചു കളഞ്ഞ കർത്താവേ, ചങ്ങലകളെ കൊഴിയിപ്പിച്ച അപ്പ, കാരാഗൃഹത്തിന്റെ വാതിലുകൾ താനേ തുറപ്പിക്കുമാറാക്കിയ പരിശുദ്ധനെ, അതിശയത്തിന്റെ നാഥ, കാട്ടിലെ ഉണങ്ങിയ അസ്ഥികൂടങ്ങൾക്ക് ജീവനെ പകർന്ന് ദൈവത്തിന്റെ ആത്മാവേ, അത്ഭുതങ്ങളെ കൊണ്ടുവരുന്നവനെ, മണ്ണിനെ മനുഷ്യനാക്കി തീർത്ത് എന്റെ കർത്താവേ, അത്ഭുതവാനെ, മരിച്ചവനെ ജീവനെ കൊടുത്ത യേശുവേ, ആമേ, അഗ്നിജ്യോതിയെ ചിഹ്നിക്കുന്നവനെ, അഗ്നിജ്യോതിയെ തന്നെ ശുശ്രൂഷകന്മാരാക്കി തീർക്കുന്നവനെ, യേശുപ്പാ സാധ്യമെന്ന് പറഞ്ഞു ചില വ്യക്തികൾ കർത്താവ് ഇന്ന് പകൽക്കാലം വിവിധ ആവശ്യങ്ങളോടുകൂടെ എന്റെ കർത്താവിന്റെ സന്നിധാനത്തിൽ വന്നിരിക്കുന്ന നാഥ, ഇവരെ തീർക്കാൻ പാർക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ, യെരിഹോവിനെ തകർത്ത കർത്താവിന്റെ നാമത്തിൽ, ഓ അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന യേശുവിന്റെ നാമത്തിൽ ഇവിടെ സകല പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കട്ടെ. എന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ നിനക്ക് ഉത്തരം തരും. ഭയന്നിരിക്കുന്നവരെ, ടെൻഷൻ പിടിച്ചിരിക്കുന്നവരെ, ഞാൻ മഹത്വം അഗോചരമായിരിക്കുന്ന വൻകാര്യങ്ങളെ തന്നെ അറിയിക്കും. ഞാനാകുന്നവൻ ഞാനാകുന്നു. എന്നെ കൊണ്ട് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഞാൻ നിന്നെ അടിപ്പിടാൻ സൗഖ്യമാക്കുന്ന ഹോമയാകുന്നു. നിന്റെ ശത്രുക്കളെ ചിന്തിപ്പിക്കുന്ന ഹോമയാകുന്നു. ആമേ, ശത്രുവിന്റെ മുൻപാകെ നിനക്ക് ജയത്തെ തരുന്നു. മേശയിരിക്കുന്ന കർത്താവാകുന്നു. ഓ റീഖസ്തുല നിഗത പ്രൗഢത വസ്തുന, റീഖസ്തുല നിഗത പ്രൗഢത വസ്യ. ആമേ, സ്വന്തോർത്തമാന നിമിത്തം നീ വിഷയം പോകരുത്. അത് നിനക്ക് നാശത്തിന് ഹേതുവാകുകയുള്ളൂ. അസ്തുന റിഖസ്തുല നിഗലേ അസ്തു റീഖൽ ശോധപതി വസ്തുന, റീഖസ്തുല റിഖസ്തുല നിഗത പ്രൗഢത വസ്യ. നിന്റെ സമ്പത്തിന്റെ മേൽ കാലം വെച്ചിരിക്കുന്ന അന്ധകാര ശക്തികളെ ഇന്ന് പകൽക്കാലം കർത്താവ് ദൂരീകരിക്കുകയാണ്. അവയെ ഭസ്മീകരിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ നിനക്ക് ജയത്തെ തരികയാണ്. ആമേൻ. Glory to God in the name of Jesus. Father, we show Jesus. Oh, റീഖമപതി വിഘ്നോർമ്മകസ്തുന. രോഗങ്ങൾ വിട്ടുമാറുകയാണ്. ആമേൻ. ബലഹീനതകൾ വിട്ടുമാറുകയാണ്. ആമേൻ. സൗഖ്യത്തെ പരിശുദ്ധാത്മാവ് കൽപ്പിക്കുകയാണ്. അരുമനാഥന്റെ കരം നീട്ടുകയാണ്. അതിനെ ശുശ്രൂഷയ്ക്ക് വിരോധമായി ആമേൻ വെല്ലുവിളിക്കുന്ന സകല അന്ധകാരത്തിന്റെ മണ്ഡലത്തെയും യേശു
യേശുവിന്റെ നാമത്തിൽ, അധികാരമുള്ള നാമത്തിൽ വിശ്വസിച്ച് സ്പർശിച്ച് ബന്ധിച്ച് അതിന്റെ മേൽ ജീവൻ വിടുതൽ ഏറ്റെടുക്കുന്നു. അടിയാൾ അങ്ങയുടെ വക, കേൾവിക്കാർ അങ്ങയുടെ വക, വചനം അങ്ങയുടെ വക. കർത്താവ് തന്നെ വചനം സംസാരിക്കും. തിരുകരം ഇവരോട് കൂടെ ഇരിക്കും. അത്ഭുതത്തെ ചെയ്യും. യേശുക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, കേൾക്കണമേ. ആമേൻ. അരുൾക 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 ദൈവമേ, ഇവരോടരുൾക. അരുൾക ദൈവമേ, എന്നോടരുൾക. അരുൾക 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 ദൈവമേ, ഇവരോടരുൾക. അരുൾക ദൈവമേ, എന്നോടരുൾക. വചനത്തെ അയച്ചു ഞാൻ വ്യാധിയെ നീക്കിടാം. വചനത്തെ അയച്ചു ഞാൻ വ്യാധിയെ നീക്കിടാം. എന്നുരച്ച ദൈവമേ, വചനത്തെ അയക്കണേ. എന്നുരച്ച ദൈവമേ, വചനത്തെ അയക്കണേ. അരുൾക 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 ദൈവമേ, എന്നോടരുൾക. അരുൾക ദൈവമേ, ഇവരോടരുൾക. അരുൾക ദൈവമേ, ഇവരോടരുൾക. അരുൾക ദൈവമേ, ഇവരോടരുൾക. അരുൾക ദൈവമേ, ഇവരോടരുൾക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? ഹല്ലേലൂയ. ഓർക്കെ അകത്തും പുറത്തും ഇരിക്കുന്ന എല്ലാവർക്കും ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേ. സ്വർഗത്തിന്റെ ഭൂമിയിലും എല്ലാ ഭാഷക്കാർക്കും ഹല്ലേലൂയയ്ക്ക് യാതൊരു വ്യത്യാസവും വരുന്നില്ല. കാരണം ആമേ സ്വർഗത്തിൽ ആമേ ഹല്ലേലൂയ എന്ന് തന്നെയാണ്. ആമേ അതിനാൽ എല്ലാ ഭാഷക്കാരും ഹല്ലേലൂയ ഹല്ലേലൂയ എന്ന് തന്നെ പറയുന്നു. ഒരു ഭാഷക്കാർക്കും ഇതിന് മാറ്റം സംഭവിക്കുന്നില്ല. സ്തോത്രം. ആമേ സ്തോത്രം. ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിനെ കുറിച്ച് പത്രോസ് വചനത്തിലൂടെ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. കർത്താവിന്റെ വീണ്ടും വരവിനെ കുറിച്ച് യോഹന്നാൻ തന്റെ ദർശനത്തിലൂടെ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. കർത്താവിന്റെ വീണ്ടും വരവിനെ കുറിച്ച് പൗലോസ് വേദപുസ്തകത്തിലൂടെ നമ്മെ ഉത്ബോധിപ്പിക്കുന്നു. കർത്താവ് വീണ്ടും വരവിനെ കുറിച്ച് എന്താ പറഞ്ഞത്? അപ്പോസ്തലന്മാർ ഇതൊക്കെ ദൈവവചനത്തിലൂടെ നമ്മെ അറിയിക്കുന്നു. എന്നാൽ യേശു വീണ്ടും വരവിനെ കുറിച്ച് എന്ത് പറഞ്ഞിരിക്കുന്നു? വിശുദ്ധ ബൈബിൾ നാം വായിക്കുമ്പോൾ യേശു കർത്താവ് കള്ളനെ പോലെ വരുന്നു എന്ന് പല സ്ഥലത്തും നാം വായിക്കുന്നു. യേശു കർത്താവ് നിനയാത്ത നാഴികയിൽ നിനയാത്ത നിമിഷം കർത്താവ് കടന്നു വരും. എപ്പോഴെന്ന് അറിയില്ല. വായിക്കാം. ലൂക്കോസ് 12-ാം അധ്യായം 38, 39, 40 വാക്യം. അവൻ 2-ാം യാമത്തിൽ വന്നാലും 3-ാമത്തേതിൽ വന്നാലും അങ്ങനെ കണ്ടു എങ്കിൽ അവർ ഭാഗ്യവാന്മാർ. കള്ളൻ ഇന്ന നാഴികയ്ക്ക് വരുന്നു എന്ന് വീട്ടുടയവൻ അറിഞ്ഞിരുന്നു എങ്കിൽ അവൻ ഉണർന്നിരുന്ന് തൻ്റെ വീട് തുരപ്പാൻ സമ്മതിക്കയില്ല എന്നറിവിൽ നിനയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങി ഇരിപ്പിൻ. സ്തോത്രം. അവൻ 2-ാം യാമത്തിൽ വന്നാലും 3-ാമത്തേതിൽ വന്നാലും അങ്ങനെ കണ്ടു എങ്കിൽ അവർ ഭാഗ്യവാന്മാർ. എപ്പോ വന്നാലും ഏത് യാമത്തിൽ വന്നാലും ആമേൻ ഒരുക്കത്തോടിരിക്കുകയാണെങ്കിൽ അവർ ഭാഗ്യവാന്മാരെന്ന് യേശു കർത്താവ് ഇവിടെ പറയുകയത്രേ ചെയ്യുന്നത്. സ്തോത്രം. 10 കന്യകമാർ ആമയെ കാത്തിരുന്നല്ലോ. 10 പേർക്കും വിളക്കുണ്ടായിരുന്നു. പക്ഷേ
5 പേർക്ക് എണ്ണയുണ്ടായിരുന്നു, 5 പേർക്ക് എണ്ണ ഇല്ലായിരുന്നു. വിളക്കുണ്ടായിരുന്നു 10 പേർക്ക്. എന്നാൽ യേശു കർത്താവ് കടന്നു വന്നപ്പോൾ ആർപ്പുവിളി ഉണ്ടായി. മണവാളൻ വരുന്നു എന്ന് ആർപ്പുവിളി ഉണ്ടായപ്പോൾ 5 പേർ എണ്ണയോടുകൂടെ വിളക്ക് തെളിയിപ്പിച്ചു. 10 പേരും ഒത്താ ഉണർന്നത്, 10 പേര് ഒന്നിച്ച് ആരാധിച്ചത്, 10 പേര് ഒന്നിച്ചാ യാത്ര ചെയ്തത്, 10 പേര് ഒന്നിച്ചാ സ്തുതിച്ചത്, 10 പേര് ഒന്നിച്ച് ആരാധിച്ചത്, പ്രാർത്ഥിച്ചത്, ആമേ കൂട്ടായ്മ ആചരിച്ചത് 10 പേര് ഒത്തായിരുന്നു. അതിനാലാണ് 10 കന്യകമാർ ഒരു സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നത്. ആമേ പാട്ടുകാരൻ ഇങ്ങനെ പാടി, 10 പേരും ഒത്തുണർന്നു, ഒത്തു ദീപം ഒത്തു തെളിച്ചു, അതിൽ 5 പേർ എണ്ണയില്ലാതെ ദീപമണഞ്ഞു. 10 പേരും ഒത്തുണർന്നു, ഒത്തു ദീപം ഒത്തു തെളിച്ചു, അതിൽ 5 പേർ എണ്ണയില്ലാതെ ദീപമണഞ്ഞു. കത്തിച്ചത് 10 പേരും കത്തിച്ചു. പക്ഷേ 5 പേരുടെ വിളക്കിൽ മാത്രമേ എണ്ണ ഉണ്ടായിരുന്നുള്ളൂ. 5 പേരുടെ വിളക്കിൽ എണ്ണ ഇല്ലായിരുന്നു. പരിശുദ്ധാത്മാവാകുന്ന എണ്ണ, പരിശുദ്ധാത്മാവാകുന്ന എണ്ണ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാപിച്ചിരിക്കുന്നുവെങ്കിൽ, അത് നിങ്ങളിലൂടെ കവിഞ്ഞൊഴുകുന്നു എങ്കിൽ, പ്രാണമണവാളൻ വരുമ്പോൾ സ്തോത്രം, നിങ്ങൾ പ്രാക്കളെ പോലെ പറന്നുയരും. 1-ാമത്തെ യാമത്തിലായാലും 2-ാമത്തെ യാമത്തിലായാലും 3-ാമത്തെ യാമത്തിലായാലും ശരി, നിങ്ങൾ ഏത് മാർഗൽ ഫലകത്തിനകത്ത് അടക്കപ്പെട്ടിരുന്നാലും ശരി, ഏത് സംരംഭത്തെ നിങ്ങളെ വലിച്ചെറിഞ്ഞിരുന്നാലും ശരി, നിങ്ങൾക്ക് പുതുക്കപ്പെട്ട ഒരു ശരീരത്തെ കർത്താവ് തരും. ജീവനോടിരിക്കുന്ന നിങ്ങൾ രൂപാന്തരം പ്രാപിക്കും. മരിച്ചുപോയി എങ്കിൽ, അല്ലെങ്കിൽ വേർപെട്ടു പോയി എങ്കിൽ, മൃഗങ്ങൾ നിങ്ങളെ തിന്നുകളഞ്ഞിരുന്നാലും ശരി, നിങ്ങൾക്കൊരു പുതിയ ശരീരം കർത്താവ് അന്നേരം തരും. അന്നേരം നിങ്ങൾ പ്രാക്കളെ പോലെ പറന്നുയരും. പ്രാക്കളെ പോൽ നാം പറന്നിടുമേ പ്രാണപ്രിയൻ വരവിൽ, പ്രാക്കളെ പോൽ നാം പറന്നിടുമേ പ്രാണപ്രിയൻ വരവിൽ. പ്രത്യാശയേറുന്നേ പൊന്മുഖം കാണുവാൻ, പ്രത്യാശയേറുന്നേ പൊന്മുഖം കാണുവാൻ. കാലങ്ങളേറെയില്ല, പ്രാണപ്രിയൻ വരുന്നു. കാലങ്ങളേറെയില്ല, പ്രാണപ്രിയൻ വരുന്നു. പ്രാക്കളെ പോൽ നാം പറന്നിടുമേ പ്രാണപ്രിയൻ വരവിൽ. Praise the Lord. പ്രാക്കളെ പോൽ നാം പറന്നിടുമേ പ്രാണപ്രിയൻ വരവിൽ. ഹല്ലേലൂയ. എത്ര പേർക്ക് പ്രത്യാശയുണ്ട്? അമ്മയെ സ്തോത്രം, എണ്ണയുണ്ട് എൻ്റെ വിളക്ക് സ്തോത്രം. അമ്മയെ സ്തോത്രം, ഞാൻ കർത്താവിൻ്റെ വരവിൽ അമ്മയെ സ്തോത്രം പറന്ന് ഉയര സ്തോത്രം. അമ്മയെ വീട്ടു പാട്ടുകാർ ഇങ്ങനെ പാടി, എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ, എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ, നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ, നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ, എണ്ണയുണ്ടോ നിൻ വിളക്കിൽ നീ ഒരുങ്ങിയിട്ടുണ്ടോ, നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ, നിർമ്മലമാം നീതി വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ. പ്രത്യാശയോടിതാ ഭക്തരൻ ഉണരുന്നേ, വന്നുദിക്കും പൊന്നുഷസേ ഓർക്കുന്തോറും രമ്യം, വന്നുദിക്കും പൊന്നുഷസേ ഓർക്കുന്തോറും രമ്യം. പ്രത്യാശയോടിതാ ഭക്തരൻ ഉണരുന്നേ, വന്നുദിക്കും പൊന്നുഷസേ ഓർക്കുന്തോറും രമ്യം, വന്നുദിക്കും പൊന്നുഷസേ ഓർക്കുന്തോറും രമ്യം. ആമേ സ്തോത്രം. ഇവർ സ്തോത്രം ആമയെ കർത്താവ് വരുന്നു എന്ന് ആർപ്പൊഴിവുണ്ടായപ്പോൾ ആമയെ സ്തോത്രം വിളക്കിൽ എണ്ണയോടുകൂടെ ആമയെ സ്തോത്രം കത്തിച്ചു. കർത്താവ് വന്നു സ്തോത്രം. ആമയെ സ്തോത്രം അവൻ ഒരുങ്ങിയിരുന്ന കന്യകയെ ചേർത്തുകൊണ്ട് വാതിൽ അടയ്ക്കുകയും ചെയ്തു. 5 പേർ എണ്ണയില്ലാതെ അവിടെ ദീപം അണഞ്ഞു. ആമയെ സ്തോത്രം അവർ വാതിൽ മുട്ടിയപ്പോൾ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്ക് നിങ്ങൾക്കും തികയാതെ വരാതിരിപ്പാൻ നിങ്ങൾ വിൽക്കുന്നവരുടെ അടുക്കൽ പോയി വാങ്ങുവൻ. എന്നെ കേൾക്കുന്ന ദൈവസഭയെ, ഇനിയും വാങ്ങുവാൻ നടക്കുവാൻ സമയം ഇല്ല. ലോക സംഭവങ്ങൾ കർത്താവിന്റെ വരവിനെ ചൂണ്ടിക്കാണിക്കുന്നു. ഇതൊക്കെ സംഭവിക്കുമ്പോൾ സ്തോത്ര കർത്താവിന്റെ വരവ് ആസന്നമായി.
ഞാൻ വാതിൽക്കൽ തന്നെ എന്ന് അറിവിൻ എന്ന് വചനം പഠിപ്പിക്കുന്നു. കോവിഡ് മാരിയിനാൽ സ്തോത്രം ലക്ഷക്കണക്കിന് ജനം ആമേ ലോകത്ത് നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നിലവിളികളും ആമേ സ്തോത്രം അലമുറയിട്ട കരച്ചിലുകളും ആമേ ഒരു ഭാഗത്ത് നോക്കിയാൽ സമാധാനമില്ലാതെ ആമേ സ്വസ്ഥതയില്ലാതെ സന്തോഷമില്ലാതെ ആമേ തകർന്നടിഞ്ഞ ജീവിതവുമായി മനുഷ്യനായിരിക്കുന്നു. ആമേ സ്തോത്രം പലവിധമായ പുതിയ രോഗങ്ങൾ സ്തോത്രം ഇതാ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നു. ഈ കാലഘട്ടത്തിൽ സ്തോത്രം ദൈവജനത്തിന് ആവശ്യമായിരിക്കുന്നത് ആമേ ദൈവിക അഭിഷേകവും ആമേ പ്രത്യാശയും വിശ്വാസവും ആരാധനയുമാണ്. സ്തോത്രം ആമേ ദൈവത്തിന്റെ പൈതങ്ങൾ ഏത് ക്രമത്തിൽ ഇവിടെ നിന്ന് മാറ്റപ്പെട്ടാലും ശരി ആമേ സ്വർഗത്തിൽ കർത്താവിന്റെ അടുക്കലേക്ക് അതേ പർദീസയിലേക്ക് അതേ വിശ്രമ സംഗീതത്തിലേക്ക് അവർ എത്തിച്ചെല്ലുന്നു എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. ആമേ ദൈവത്തിന്റെ മക്കൾക്ക് അതുകൊണ്ട് ഭയം ഏറെയില്ല. ആമേ അതുകൊണ്ട് ഭയം ഒട്ടുമേ ഇല്ല. അവർക്കറിയാം സ്തോത്രം അവർക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ആമേ നിത്യ തേജസ് ആമേ അവർക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ആ ഭാഗ്യകനാൻ അവരവിടെ എത്തിച്ചേരുമെന്ന് ആമേ വിശ്വാസമുള്ള വിശ്വാസികൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഭയപ്പെടാത്തവർക്കായി സ്തോത്രം ചെയ്യുന്നു. ധൈര്യശാലികൾക്കായി സ്തോത്രം ചെയ്യുന്നു. ആമേ ബലശാലികൾക്കായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. പ്രത്യാശയുള്ളവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആമേ കർത്താവിന്റെ വരവിനായി ഒരുങ്ങി കാത്തിരിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് പകൽക്കാലം ഞാൻ പറയട്ടെ, ആമേ എവിടെയോ എണ്ണ ചോർന്നു പോയിരിക്കുന്നുവോ, എവിടെയോ അഭിഷേകം ചോർന്നു പോയിരിക്കുന്നുവോ, ആമേ എവിടെയോ ദൈവകൃപ ചോർന്നു പോയിരിക്കുന്നുവോ, ആമേ എവിടെയാണ് ആമേ കൊടുക്കൽ വാങ്ങലിലാണോ, ഇടപെടലിലാണോ, ആമേ ചിന്തകളിലാണോ, നോട്ടത്തിലാണോ, സംസാരത്തിലാണോ, എവിടെയോ ചോർന്നു പോയിരിക്കുന്നുവെങ്കിൽ ആമേ തിരികെ വേഗത്തിൽ തന്നെ പുതുക്കം പ്രാപിക്കുക. ആമേ എണ്ണയിനാൽ നിറഞ്ഞു വരട്ടെ. അത് അരയോളമല്ല മുട്ടോളമല്ല നീതിട്ടല്ലാത്ത കിടപ്പാൻ വയ്യാത്ത സ്വർഗീയ അഗ്നിയുടെ അഭിഷേകം ആമേ അഭിഷേകം അത്ര നിങ്ങൾക്ക് ആവശ്യം. അതേ സ്തോത്രം അത് നീതിയിട്ടല്ല കടക്കുവാൻ വയ്യാത്ത അഭിഷേകം അതേ അഗ്നി അഭിഷേകം. അഗ്നി അഭിഷേകത്തെ സ്തോത്രം. അഗ്നി അഭിഷേകം വീണ്ടും വേണം ദൈവമേ. അഗ്നി അഭിഷേകം വീണ്ടും വേണം ദൈവമേ. എപ്പോഴും എൻ പാത്രം കവിഞ്ഞൊഴുകാൻ നിറയ്ക്കണമേ. എപ്പോഴും എൻ പാത്രം കവിഞ്ഞൊഴുകാൻ നിറയ്ക്കണമേ. സ്വർഗീയ കാറ്റേ നീ എന്നെ നോക്കി വീശുക. ശുദ്ധമാ പ്രാവേലി എന്നിൽ വന്നിരിക്കുക. സ്വർഗീയ കാറ്റേ നീ എന്നെ നോക്കി വീശുക. ശുദ്ധമാ പ്രാവേലി എന്നിൽ വന്നിരിക്കുക. ജലത്തിന്മേൽ പ്രവർത്തിച്ച ദൈവത്തിന്റെ ആത്മാവേ, ജലത്തിന്മേൽ പ്രവർത്തിച്ച ദൈവത്തിന്റെ ആത്മാവേ, ബലത്തിന്മേൽ ബലം പകരാൻ എന്നിൽ വന്നിറങ്ങണമേ. ജലത്തിന്റെ മേൽ പരിവർത്തിച്ച ദൈവത്തിന്റെ ആത്മാവ് ആമേ ബലത്തിന്റെ മേൽ ബലം പകരുവാൻ ഇന്ന് പകൽക്കാലം ആരാ ചോദിക്കുന്നത്? ആമേ നഷ്ടപ്പെട്ട അഭിഷേകത്തെ പരിശുദ്ധാത്മാവ് മടക്കി തരികയാണ്. ആമേ ജലത്തിന്റെ മേൽ പരിവർത്തിച്ച ദൈവത്തിന്റെ ആത്മാവ് ആമേ അവിടെ പരിവർത്തിച്ച സ്വർഗത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തി അതേ പകൽക്കാലം ആമേ ബലത്തിന്റെ മേൽ ബലം നിനക്ക് പകരുന്ന ആമേ സ്വർഗീയ അഭിഷേകം ആമേ നഷ്ടപ്പെട്ട പരിശുദ്ധാത്മാവിനെ ആമേ തിരികെ ചോദ്യ കർത്താവേ ആമേ ഞാൻ ചോദിക്കുന്നതെവിടെ ആമേ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. അതെനിക്ക് മടക്കി തരണമേ. ആമേ ദൈവത്തോട് ചോദിക്കുകയാണെങ്കിൽ ഇന്ന് പകൽക്കാലം അത് മടക്കി തരുവാൻ ശക്തനായ കർത്താവ് in the name of Jesus family we shall Jesus riga family we hello magazine astuna rikamdere rigastura rigana amdal kabda brauda madhiva chora madhiva hastuna rikamdere rigastura rigana brauda na mesia in the name of Jesus family we shall Jesus riga family we shall Jesus in the name of Jesus പറയാണ് സ്തോത്രം. കള്ളൻ വരുന്നത് പോലെ ആമേ സ്തോത്രം ഏത് നേരത്ത് വരും എന്ന് അറിയുന്നില്ല. സ്തോത്രം ആമേ സ്തോത്രം. സഹോദര സഹോദരി നിങ്ങൾ അറിയുന്നില്ല ഏത് യാമത്തിൽ കർത്താവ് വരുമെന്ന്. സ്തോത്രം അവൻ രണ്ടാം യാമത്തിൽ വന്നാലും മൂന്നാമത്തിൽ വന്നാലും അങ്ങനെ കണ്ടു എങ്കിൽ അവർ ഭാഗ്യവാന്മാർ. സഹോദര സഹോദരി നിങ്ങൾ അങ്ങനെ കണ്ടാൽ
ഭാഗ്യവാന്മാരാ, ഭാഗ്യവതികളായെന്ന് യേശു കർത്താവ് പറയാണ്. സ്തോത്രം. കള്ളൻ ഇന്ന നാഴിക വരുന്നു എന്ന് വീട്ടുടയവൻ അറിഞ്ഞിരുന്നു എങ്കിൽ അവൻ ഉണർന്നിരുന്ന് തൻ്റെ വീട് തുരപ്പാൻ സമ്മതിക്കില്ല എന്ന് അറിവിൻ. ആമേ സ്തോത്രം. നിങ്ങൾ സമ്മതിക്കുമോ? ഇല്ല. എന്നാൽ എന്ത് ചെയ്യും? ആമേ ഉണർന്നിരിക്കും. ആമേ സ്തോത്രം. അതേപോലെ യേശു കർത്താവ് വരുന്ന നാഴിക ഇന്നത് എന്ന് നിങ്ങൾ അറിഞ്ഞുവെങ്കിൽ നിങ്ങൾ ഉണർന്നിരിക്കുമായിരുന്നു. ആമേ സ്തോത്രം. അതേ ദിവസം വരെ ഈ പാപത്തിന്റെ പ്രവൃത്തികളെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിച്ചിട്ട് ആമേ ഒരു വിശുദ്ധ ജീവിതം ചെയ്യുവാൻ കഴിവില്ലാതെ, ആമേ അതിനുവേണ്ടി ആഗ്രഹമില്ലാതിരുന്നിട്ട്, ആമേ തോന്നിയ വഴികളിലൊക്കെ നടന്നിട്ട്, തോന്നിയതുപോലെ സംസാരിച്ചിട്ട്, തോന്നിയതുപോലെ ഇടപെട്ടിട്ട്, ആമേ സ്തോത്രം തിരികെ യേശു കർത്താവ് വരുന്ന ദിവസം അറിഞ്ഞിരുന്നുവെങ്കിൽ, ആമേ സ്തോത്രം അതിന് സ്വല്പം മുന്നമേ ആമേ ഒരുക്കത്തോടെ പാപക്ഷമ ചോദിച്ച് ആമേ ഉണർന്നിരിക്കുമായിരുന്നു. എന്നാൽ യേശു കർത്താവ് വരുന്നത് നിലയാത്ത നാഴികയിൽ, നിലയാത്ത നിമിഷത്തിൽ. അത്രേ സ്തോത്രം. ആമേ നിലയാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഉണർന്നിരിപ്പിൻ. സ്തോത്രം. അപ്പോൾ നിലയാത്ത നാഴികയിൽ യേശു വരുമെന്ന് യേശു തന്നെ പറയുന്നു. അതിനാൽ നിങ്ങളും ഉണർന്ന് ഇരിപ്പിന്. സ്തോത്രം. ഉറങ്ങുന്നവരായിട്ടല്ല, ഉണർന്നിരിപ്പാനായി ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കത്രേ ചെയ്യുന്നത്. സ്തോത്രം. ആമേ രണ്ടാമതായി 2 പത്രോസ് 3-ാം അധ്യായം 10-ാം വാക്യം മുതൽ. സ്തോത്രം. അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേ ഉള്ളൂ. അവൻ ദീർഘക്ഷമ നിങ്ങളോട് കാണിക്കുകയാണ് ചെയ്യുന്നത്. അവൻ ദീർഘക്ഷമ ഇല്ലാതിരുന്നുവെങ്കിൽ ആമേ സ്തോത്രം നിശ്ചയമായി സ്തോത്രം നമ്മൾ ആമേ നിത്യതയ്ക്ക് ഓഹരിക്കാർ ആകെ ഇല്ലായിരുന്നു. സ്തോത്രം. ആമേ സ്തോത്രം. അതിനാൽ യേശു കർത്താവ് സ്തോത്രം ദീർഘക്ഷമ കാണിക്കുന്നു എന്ന് വചനം പഠിപ്പിക്കുന്നു. ആമേ സ്തോത്രം. അവൻ ഇച്ഛിച്ച് നിങ്ങളോട് ദീർഘക്ഷമ കാണിക്കുന്നതേയുള്ളൂ. കർത്താവിന്റെ ദിവസമോ കള്ളനെ പോലെ വരും. കർത്താവിന്റെ ദിവസം എങ്ങനെ വരും? കള്ളനെ പോലെ വരും. ഇത് പത്രോസ് തന്റെ ലേഖനത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. അന്ന് ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. ആമേ സ്തോത്രം. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയുകയും ഭൂമിയും അതിലുള്ള പണികളും വെന്തു പോകുകയും ചെയ്യും. ആമേ സ്തോത്രം. നോക്കുക, യേശു കർത്താവ് വരുന്നത് ആമേ കള്ളനെ പോലെ വരും. ഏത് നാഴികയെന്നറിയില്ല. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. ആമേ സ്തോത്രം. മൂലപദാർത്ഥങ്ങളൊക്കെയും ആമേ കത്തി അഴിയുകയും ചെയ്യും. ഇങ്ങനെ ഇവ ഒക്കെയും അഴിയുവാനുള്ളതായിരിക്കാൻ ആകാശം ചുട്ടഴിയുവാനും മൂലപദാർത്ഥങ്ങൾ വെന്തിരുകുവാനുമുള്ള ദൈവ ദിവസത്തിന്റെ വരവ് കാത്തിരുന്നും ബന്ധപ്പെടുത്തിയും കൊണ്ട് നിങ്ങൾ എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവർ ആയിരിക്കണം. എന്നാൽ നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. സ്തോത്രം. ആമേ. നമ്മൾ എങ്ങനെയാ കാത്തിരിക്കുന്നത്? ആമേ പുതിയ ആകാശവും പുതിയ ഭൂമിക്കുമായി നാം കാത്തിരിക്കുന്നു. ആമേ സ്തോത്രം. മനസ്സിലാക്കുക, ആമേ ലോകത്തിൽ മനുഷ്യൻ കെട്ടിപ്പടുത്തതൊക്കെയും ഈ ലോകത്തിൽ മനുഷ്യൻ ഉണ്ടാക്കിയതൊക്കെയും ആമേ മണി സൗദങ്ങളൊക്കെയും ആഡംബര കാറുകളൊക്കെയും ബാങ്ക് ബാലൻസുകളൊക്കെയും ആമേ സകലത തീക്കായി ശേഷിച്ചിരിക്കുന്നുവെന്ന് ആമേ വിശുദ്ധ ബൈബിളിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ആമേ ഇതൊക്കെ ചുട്ടഴിയുവാനുള്ളതാണ്. മൂലപദാർത്ഥങ്ങൾ കത്തിയഴിയും. ആമേ ദൈവം താൻ ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി കാത്തിരിക്കുന്ന ആമേ വിശുദ്ധ ജീവന ചെയ്തർ വന്നിട്ടുണ്ടോ? ആമേ അബ്രഹാം തന്റെ കൂടാരത്തിലായിരുന്നു കൊണ്ട് ആമേ ദൈവം താൻ ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനമുള്ളതുമായ നഗരത്തിനായി അബ്രഹാം കാത്തിരുന്നു. ഇന്ന് പകൽക്കാലം സ്തോത്രം ആമേ ഏതിനായി നിങ്ങൾ കാത്തിരിക്കുന്നു? ആമേ ഇവിടെ അടിസ്ഥാനപ്പെടുന്നത് മനുഷ്യരാണ്, എന്നാൽ അവിടെ അടിസ്ഥാനപ്പെട്ടത് ദൈവമാണ്. എന്നെ കേൾക്കുന്ന ദൈവസഭയെ, ഇതൊക്കെ നിങ്ങൾ നിന്ന് മാറ്റപ്പെടും. ആമേ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങൾ നിന്ന് മാറ്റപ്പെടും. ആമേ സഹായിക്കാമെന്ന് പറഞ്ഞവർ മാറിപ്പോകും. ആമേ നിങ്ങളുടെ ഉറ്റവർ നിങ്ങളുടെ മാറ്റപ്പെടും. ആമേ കോവിഡ് ബാധിച്ച് ഹോസ്പിറ്റലിൽ കഴിയുമ്പോൾ ആമേ പരസ്പരം മാറി കാണുവാനായി കഴിയുന്നില്ല. ആമേ കിറ്റിട്ടുകൊണ്ട് അകത്ത് കയറി ഒന്ന് കാണാമെന്ന് വിചാരിച്ചാൽ പോലും കയറ്റി വിടുന്നില്ല എന്ന് പത്രദൂരെ പല പരാതികൾ നിങ്ങൾ വായിച്ചതാണ്. ആമേശ്വര വീട്ടിൽ നിന്ന് കോവിഡ് ബാധിച്ച് ഹോസ്പിറ്റലിലേക്ക് പോയാൽ പിന്നെ ആമേശ്വര പലരുടെ ഡെഡ് ബോഡിയാ മടങ്ങി വീട്ടിലേക്ക് വന്നിട്ടുള്ളത്. ആമേശ്വരയുടെ പ്രിയപ്പെട്ടവരെ അവർക്ക് കാണുവാനായി കഴിയുന്നില്ല. ആമേ സുഹൃത്തുക്കളെ കാണുവാനായി കഴിയുന്നില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ സമയം ഒന്ന് ആശ്വസിപ്പിക്കുവാനോ, ആമേ അല്പം വെള്ളം കൊടുക്കുവാനോ, ഒന്ന് എഴുന്നേൽപ്പിച്ചിരുത്തുവാനോ, ആമേ ക്ഷീണത്തിലൊന്ന് ആമേ ആമേ കൈത്താങ്ങുവാനോ വീട്ടിലുള്ള ഒരൊറ്റ വ്യക്തികൾ പോലും ഇല്ലാതെ ആമേ ഏകരായി
തീരുന്ന ചില നിമിഷങ്ങൾ, ഒറ്റയ്ക്കായി തീരുന്ന ചില നിമിഷങ്ങൾ കോവിഡ് ബാധിക്കപ്പെട്ട ഹോസ്പിറ്റലായവരുടെ ജീവിത രീതി എന്ന് പറയുന്നത്. എന്നാൽ ഞാൻ പറയട്ടെ, നീ ഏത് ഭാഗത്ത് ഒറ്റയ്ക്കായിരുന്നാലും ശരി, ഏത് ഭാഗത്ത് ഏകയായി തീർന്നിരുന്നാലും ശരി, എന്റെ ദൈവത്തിന്റെ കരം നിന്നെ വിട്ട് മാറാത്ത കരം, അത് മാറ്റമില്ലാത്ത കരം. ഏകാന്തതയിൽ നിശബ്ദതയിൽ, ഏകാന്തതയിൽ നിശബ്ദതയിൽ, കൂരിരുളിൽ എൻ സ്നേഹദീപം, ഏകാന്തതയിൽ നിശബ്ദതയിൽ, കൂരിരുളിൽ എൻ സ്നേഹദീപം. അതേ കർത്താവ് കൂരിരുളിൽ സ്നേഹദീപമായി ഏകാന്തതയിലും നിശബ്ദതയിലും കർത്താവ് നിങ്ങൾക്ക് കൂട്ടുകാരനായി തുണയായിരിക്കുന്നു. സ്തോത്രം. ഇതൊക്കെയും നഷ്ടപ്പെട്ടു പോകുന്നത് എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കത്രേ ചെയ്യുന്നത്. സ്തോത്രം. ഇന്ന് പകൽക്കാലം അതിനാൽ നമ്മൾ പുതിയ യെരൂശലേമിന് വേണ്ടി, പുത്തൻ ഭൂമിക്ക് വേണ്ടി കാത്തിരിക്കുന്നു എന്നാണ്. ആരെങ്കിലും ഈ ലോകത്തിൽ മാത്രം കണ്ണു നട്ടിരിക്കുന്നുവെങ്കിൽ ഞാൻ പറയട്ടെ, സ്തോത്രം, തെറ്റുപറ്റിപ്പോയി. ഇത് കഴിയുന്നതാണ്, ഇത് കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യമായത്. ആ നിത്യമായ ഭവനത്തിനായി ഒരുങ്ങി കാത്തിരിക്കുക. ഇവിടെ വാരിക്കൂട്ടാൻ വേണ്ടി ബന്ധപ്പാട് കാണിക്കരുത്. സാധുക്കളെ ഓർക്കുക, അനാഥമാരെ ഓർക്കുക, പാവപ്പെട്ട കുട്ടികളെ വിദ്യാഭ്യാസത്തിന് സഹായിക്കുക. നമ്മുടെ പരിസരത്തിലായിരിക്കുന്ന വളരെ ചെറ്റക്കുടിലുകളായിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ വീടുകളെ പുതുക്കി പണിതു കൊടുക്കുക, അല്ലെങ്കിൽ പുതിയ വീട് വെച്ചു കൊടുക്കാൻ സാമ്പത്തികമുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. നിങ്ങൾ ചെയ്ത നീതി പ്രവൃത്തി മാത്രമേ നിലനിൽക്കുന്നുള്ളൂ, അത് മാത്രമേ നിങ്ങളെ പിന്തുടരുന്നുള്ളൂ. അത് നിങ്ങൾ മറന്നു പോകരുത്. ഇതൊക്കെ തീക്കായി ശേഷിച്ചിരിക്കുന്നു. അത് മറന്നു പോകരുത്. പാട്ടുകാരനെ പാടി, കെട്ടിയ വീടും നീലപ്പൊരുളും കണ്ടിടുവോരുടയവരും, കെട്ടിയ വീടും നീലപ്പൊരുളും ഉറ്റോരുടയവരും, കൂടുവിട്ടു നിൻ ജീവൻ പോയാൽ കൂടെ വരാതെ വീടുമേ. ഹല്ലേലൂയ. സ്തോത്രം. കൂട് വിട്ടു നിൻ ജീവൻ പോയാൽ. ഇവിടെ കൂട് വിടുന്നതിന് മുൻപേ തന്നെ സ്തോത്രം, കോവിഡ് ബാധിച്ചു കഴിഞ്ഞാൽ സ്തോത്രം ഒറ്റയ്ക്കാണ്. സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. മനസ്സിലാക്കുക. സ്തോത്രം. സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം നിനക്ക് അനുകൂലമായിരിക്കണമെങ്കിൽ കർത്താവിനോട് കൂടെ നടക്കുക, കർത്താവിനോട് കൂടെ വസിക്കുക, കർത്താവിന്റെ കരം പിടിച്ചും മുന്നോട്ട് പോകുക. ദൈവം നിനക്ക് തുണയായിരിക്കും. ഈ ലോകത്തെ സകല മനുഷ്യർ നിന്നെ കൈവിട്ടാലും കൈവിടാത്തൊരു കർത്താവ് നിനക്കുണ്ടെങ്കിൽ, ആ കില്ലാണ്ടത്തിന് സൃഷ്ടിതാവ് നിന്റെ പരിപാലകനായി നിന്റെ കൂടെ ഉണ്ടെങ്കിൽ, നിനക്ക് എന്തിനെ ഭയപ്പെടണം? മരണത്തെ ഭയപ്പെടേണ്ട, ശത്രുവിനെ ഭയപ്പെടേണ്ട, പിശാചിനെ ഭയപ്പെടേണ്ട. കാരണം എന്റെ സർവശക്തനായ എന്റെ കർത്താവ് നിങ്ങൾക്ക് തുണ. സ്തോത്രം. പുത്തൻ യെരൂശലേം നഗരത്തിനായി എത്ര വിശുദ്ധ ജീവിതവും ഭക്തിയുമുള്ളവരായി ഇരിക്കണം. പത്രോസ് പറയുന്നു, എത്ര ഭക്തിയുള്ളവരായിരിക്കണം. എവിടെയാ ദൈവഭക്തി? എവിടെയാ വിശുദ്ധ ജീവിതം? സ്തോത്രം. സ്തോത്രം. നോട്ടത്തിലും പ്രവൃത്തിയിലും സംസാരത്തിലും വിശുദ്ധ ജീവിതം. വിശുദ്ധ ജീവിതം കാഴ്ചവെക്കുക. സ്തോത്രം. കർത്താവ് ആരെ കൊണ്ടുവന്നിരുന്നു? ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും വിശുദ്ധനായിരിക്കും. നിങ്ങൾ ദൈവത്തിന് ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണം തന്നെ. ദൈവം പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധീകരിപ്പേൻ. ഞാൻ നിങ്ങൾക്കായി ഒരു അത്ഭുതത്തെ ചെയ്യും. നിങ്ങൾക്ക് ഒരു അത്ഭുതം വേണമോ? ശുദ്ധീകരിക്കുക. സ്തോത്രം. സ്വർഗത്തിലെ ദൈവം. അതിനാൽ പുതിയ യെരൂശലേമിന്, പുതിയ ആകാശം, പുതിയ ഭൂമിക്കായി നമ്മൾ കാത്തിരിക്കുന്നു. സ്തോത്രം. പുത്തൻ യെരൂശലേം നഗരം ശുദ്ധിമാന്മാർക്കൊരുക്കിയിടുന്നു. പുത്തൻ യെരൂശലേം നഗരം ശുദ്ധിമാന്മാർക്കൊരുക്കിയിടുന്നു. ശുദ്ധജലം പടർന്നു നദി, തീരമതിലണഞ്ഞിടും ഞാൻ. ശുദ്ധജലം പടർന്നു നദി, തീരമതിലണഞ്ഞിടും ഞാൻ.
വീടുന്നു സുത്തരേറുശലേം നഗരോ ശുദ്ധിമാന്മാർക്കൊരു വീടുന്നു ശുദ്ധജലം പാടുന്നു നദി തീരമതിലാണ് നീടും ശുദ്ധജലം പാടുന്നു നദി തീരമതിലാണ് നീടും ശുദ്ധജലം പാടുന്നു നദി തീരമതിലാണ് നീടും Glory Jesus, the name of Jesus, come to me, shout Jesus. The name of Jesus, come to me, shout Jesus. ആമേൻ. പുത്തനെറുശലേം നഗരത്തിനായി ആമേൻ വെള്ളത്തിലെപ്പ ധരിച്ചുകൊണ്ട് ആമേൻ കയ്യിൽ ആമേൻ ആമേൻ സ്തോത്രം നിലയെങ്കിൽ ധരിച്ചുകൊണ്ട് എണ്ണിപ്പുറത്ത മഹാപുരുഷാരോ കർത്താവിനെ എതിരേൽക്കുന്നു. എണ്ണിപ്പുറത്ത മഹാപുരുഷാരോ ആമേൻ സ്തോത്രം സാഗര തുറമുഖത്തേക്ക് ആമേൻ സ്തോത്രം എണ്ണിപ്പുറത്ത മഹാപുരുഷാരൻ അത് നിങ്ങൾ കാണുമോ? അതേ സ്തോത്രം യേശുവിന്റെ രണ്ടാമത്തെ വരവിൽ അതേ ജീവകൊണ്ടത്തിൽ നിങ്ങളുടെ പേരുണ്ടാകുമോ? ജീവിതത്തിന്റെ പേരിൽ നിങ്ങളുടെ ഏവനെ കീഴ്മേൽ തള്ളിയിടും. അതേ സ്തോത്രം കർത്താവ് ആമേൻ ഗംഭീര നാദത്തോട് പ്രധാന ദൂതന്റെ ശബ്ദത്തോട് ദൈവത്തിന്റെ കാഹളത്തോട് കൂടെ കടന്നു വരുമ്പോൾ ഓ സ്തോത്രം ക്രിസ്തുവിൽ മരിച്ചവർ അക്ഷരായി ഉയർക്കുകയും പിന്നെ ജീവനുള്ള ശേഷമുണ്ടല്ലോ രൂപാന്തരം പ്രാപിച്ച മേഘങ്ങളിൽ എടുത്തുകൊള്ളപ്പെടുകയും ചെയ്യും. ഈ വചനം കൊണ്ട് അന്യോന്യം ആശ്വസിച്ചുകൊള്ളുവിൻ. ഓ എന്റെ കർത്താവ് വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ. അവൻ വാക്ക് മാറാത്തവൻ. അവൻ വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ. അവൻ വാക്ക് മാറാത്തവൻ. അവൻ വരും. അവൻ വരും. ഓ സ്വന്തം ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നുള്ളത് നിങ്ങളെ വിട്ട് സ്വകാര്യങ്ങൾ ചെയ്ത ഈ യേശു പോയതുപോലെ വീണ്ടും അവൻ മടങ്ങി വരും. ഹല്ലേലൂയ. നിങ്ങളുടെ കഷ്ടങ്ങളെല്ലാം തീരും. നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം അന്ന് മാറിപ്പോകും. സ്തോത്രം. ആമേൻ. കർത്താവ് പോയതുപോലെ മടങ്ങി വരും. അവൻ മരിച്ചവനല്ല, മരണത്തെ അതിജീവിച്ചവനാണ്. മരണത്തിന്റെ പാതാളത്തിന്റെ താക്കോൽ കൈവശമുള്ളവനാണ്. മരണാധികാരിയെ പിശാചിനെ തന്നെ തകർത്തവനാണ്. ആമേൻ. കർത്താവ് സ്തോത്രം വാഗ്ദത്തത്തിൽ വിശ്വസ്തൻ. അവൻ വീണ്ടും മടങ്ങി വരും. സ്തോത്രം. ആമേൻ. പുത്തനെറുശലേം നഗരത്തിൽ പ്രവേശിക്കണമോ? ഈ ലോകത്തിൽ ഒത്തിരി ആമേൻ പ്രതിസന്ധികളെ കടന്ന് വരേണ്ടതുകൊണ്ട് സ്തോത്രം. വീണ്ടും നമുക്ക് വായിക്കാം. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 3 മുതൽ 5 വരെയുള്ള വേദഭാഗങ്ങൾ. ആകിയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെ എന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഇവിടെ യോഹന്നാൻ ലഭിച്ച ദർശനമാണ്. സ്തോത്രം. ആമേൻ. ഇവിടെ യോഹന്നാൻ പറയുക സ്തോത്രം. ആമേൻ. ദൈവം യേശുവിന് കൊടുത്തു. യേശു അത് യോഹന്നാന് പ്രദർശിപ്പിച്ചു. സ്തോത്രം. ആകിയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെ എന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും. നീ പ്രാപിച്ചതുണ്ടല്ലോ പരിശുദ്ധാത്മാവിനെ. നീ പ്രാപിച്ച കൃപാവരങ്ങളുണ്ടല്ലോ. നീ പ്രാപിച്ച ആത്മാഭിഷേകമുണ്ടല്ലോ. ആമേൻ. ആ ദൈവകൃപയുണ്ടല്ലോ. ആമേൻ. യേശു കർത്താവ് നിന്നെ അഭിഷേകിച്ചപ്പോൾ നിനക്ക് നൽകിയതായ ആത്മീക ആമേൻ സ്തോത്രം നിലവാരത്തിലുള്ള നല്ല ഗുണങ്ങളുണ്ടല്ലോ. സ്തോത്രം. ആമേൻ. അതൊക്കെ നീ കാത്തുകൊള്ളുക. അന്നുള്ള ആമേൻ പ്രാർത്ഥന, അന്നത്തെ ഉപവാസം, അന്നത്തെ ദൈവഭക്തി, അന്നത്തെ വിശുദ്ധ ജീവിതം, അന്നത്തെ ആരാധന, അന്നത്തെ കൂട്ടായ്മ, അന്നത്തെ ഓട്ടം, അന്നത്തെ തീക്ഷ്ണത, അന്നത്തെ ആത്മഭാരം, ആമേൻ സ്തോത്രം. ആ ആത്മീക അനുഭവങ്ങളെല്ലാം അത് നീ പ്രാപിച്ചതൊക്കെ നീ കണ്ടതും നീ കേട്ടതും നീ പ്രാപിച്ചതും ആമേൻ സ്തോത്രം. നീ കരുതി കൊള്ളുക. നീ സൂക്ഷിച്ചു കൊള്ളുക. കളയരുത്. ഒരുപാട് പ്രലോഭനങ്ങൾ നിനക്ക് വരും. ആമേൻ സ്തോത്രം. പലരും നിന്നെ തെറ്റിപ്പാടായി നോക്കും. ആമേൻ സ്തോത്രം. മുൻപിലേക്ക് ഓടുക. സ്തോത്രം. പിറകിലോട്ടാകരുത്. കാല് മുൻപേ ഗമിക്ക, മേലോട്ടു ലക്ഷ്യം നോക്കി. മുൻപേ ഗമിക്ക, മേലോട്ടു ലക്ഷ്യം നോക്കി. ആമേ. അതുകൊണ്ട് പൗലോസ് ആമേ പിന്നിലുള്ളത് മറന്നും മുൻപിലുള്ളത് ഞാനുകൊണ്ട് ക്രിസ്തുയേശുവിന്റെ പരമവിളിയുടെ ബിരുദനായി എല്ലാക്കിലേക്ക് ഓടിയത് വെറുതെ ഇല്ല. ആമേ. പൗലോസിന് ഒന്നറിയാം.
മുൻപേ ഗമിക്ക മേലോട്ടു ലക്ഷ്യം നോക്കി മുൻപേ ഗമിക്ക മേലോട്ടു ലക്ഷ്യം നോക്കി. പൗലോസ് മുൻപേ ഗമിച്ച സ്തോത്രം കാരണമെന്ത്? പൗലോസിന് ആ വെളിപ്പാട് ലഭിച്ചിരുന്നു. ഇന്ന് പകൽക്കാലം ഈ സ്വർഗ്ഗത്തിന് അനുഭവത്തെ കുറിച്ചുള്ള വെളിപ്പാട് ലഭിക്കാത്തവരായി ആരെങ്കിലും നാളെ അത് പ്രാപിക്കാമെന്ന് ചിന്തിക്കരുത്. ഇന്ന് വൈകുന്നേരം പ്രാപിക്കാമെന്ന് ചിന്തിക്കരുത്. കർത്താവ് കള്ളനെ പോലെ വരും. ഒരുക്കപ്പെട്ടിരുന്നാൽ നീ ഒരുങ്ങിയിരുന്നാൽ നീ ഒരുങ്ങിയിരുന്നാൽ ശുഭ്രവസ്ത്രധാരിയായി ദൂതന്മാർക്കൊപ്പം നീ പറന്നുയരും. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ദൂതർ സംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ദൂതർ സംഘമാകവേ എന്നെ എതിരേൽക്കുവാൻ സദാ സന്നദ്ധരായി നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായി എന്റെ പ്രിയന്റെ മുൻപിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ജീവനെ വെറുക്കേണ്ടി വന്നാലും ഈ ലോകത്തിലെ സുഖങ്ങളെ ത്യജിക്കേണ്ടി വന്നിരുന്നാലും ജീവൻ കഴിച്ചു കൊടുക്കേണ്ടി വന്നാലും അത് കല്ലെ റാണിയിടി കൊണ്ടാലും ഈർച്ചവാണിന്റെ പെണ്ണിൽ നീ പോയിരുന്നാലും സ്വർഗത്തിലെ ദൈവത്തിന്റെ കരങ്ങൾ നിന്നെ കൊടുത്തിരുന്ന അതേ സ്തോത്രം നിനക്ക് വെടിയുണ്ട് ഏറ്റിരുന്നാലും തീച്ചുണയെ വലിച്ചെറിഞ്ഞിരുന്നാലും മൃഗങ്ങൾക്ക് നിന്നെ ഇട്ടുകൊണ്ടിരുന്നാലും ഇരയാക്കിയിരുന്നാലും കർത്താവിന്റെ പറയും നീ പുതുക്കം പ്രാപിക്കും. അതേ സ്തോത്രം കർത്താവിന്റെ വരവിൽ നീ പുതുക്കപ്പെട്ട ഒരു ശരീരത്തോടുകൂടെ എഴുന്നേറ്റ് വരും. ആമേസ്ത്ര ജീവനോടിരിക്കുന്ന നാം രൂപാന്തരം പ്രാപിക്കും. ആമേസ്ത്ര കർത്താവ് കള്ളനെ പോലെ കടന്നു വരുന്നു എന്ന വെളിപ്പാട് പുസ്തകത്തിൽ ആമേസ്തോത്രം നമുക്ക് വായിക്കുവാനായി കഴിയുന്ന സ്തോത്രം. ആമേസ്തോത്രം ആകെ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെ എന്ന് ഓർത്ത് അത് മറന്നു പോകരുത്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളേണ്ടത് ആവശ്യമാകുന്നു. വല്ലപ്പോഴുമൊക്കെ ആമേസ്തോത്രം ഒഴുകിപ്പോകുന്നതേ ആമേസ്തോത്രം വഴിവിഴിപ്പിൽ നിന്നിട്ട് ആമേസ്തോത്രം വഴുതിപ്പോകുന്നതേ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നാണ് സ്തോത്രം. അവയൊക്കെ നീ ജയിക്കണം. ലോകം ജഡം പിശാചിനോട് നീ എതിർത്ത് നിന്ന് ജയിച്ച് ആമേസ്തോത്രം കർത്താവിന്റെ വരവിൽ കർത്താവ് വരുമ്പോൾ പ്രാക്കളെ പോലെ പറന്നുയരണമെന്നുള്ള ആശ ആമേസ്തോത്രം നീ വിട്ടുകളയരുത്. സ്തോത്രം നിന്നെ അതിൽ നിന്ന് തെറ്റിക്കുന്ന ആരായാലും ശരി മുഖത്ത് നോക്കി അവരെ ക്രിസ്തുവിലേക്ക് ആനയിക്കുന്നവരായിരിക്കണം. മുഖത്ത് നോക്കി അവരെ ക്രിസ്തുവിലേക്ക് ആനയിക്കുന്നവൾ ആയിരിക്കണം. സ്തോത്രം നീ ഭയക്കരുത്. സ്തോത്രം എന്തൊക്കെ വന്നാലും സ്തോത്രം ലോകത്തിൽ മനുഷ്യൻ എന്തായാലും മരിക്കണം. സ്തോത്രം അതിന്റെ അപ്പുറം ഒന്നും വരത്തില്ലല്ലോ. സ്തോത്രം ഹല്ലേലൂയ. നിങ്ങൾ ഭയപ്പെടുന്ന സ്തോത്രം സ്തോത്രം ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. അപ്പൊ മനം തിരിയണമെന്ന് ഇവിടെ പഠിപ്പിക്കുന്നു. എവിടെയെങ്കിലും തെറ്റുപറ്റിയെങ്കിൽ തിരിച്ചു വരിക, മാനസാന്തരപ്പെടുക. ദൈവം ഇസ്രായേൽ ജനത്തെ നോക്കിയിട്ട് പറഞ്ഞു, ഇസ്രായേലേ നീ മാനസാന്തരപ്പെടുന്നുവെങ്കിൽ മടങ്ങി വാ, അല്ലെങ്കിൽ നീ ഇങ്ങോട്ട് വരണ്ട. ദൈവം പറയാണ്, ഇസ്രായേലേ നീ മാനസാന്തരപ്പെടുന്നു എങ്കിൽ മടങ്ങി വാ. ഇവിടെ പറയുന്ന സ്തോത്രം നീ മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ, നീ ഉറങ്ങിയാലേ സ്തോത്രം ഇത് എന്നെ സുഖം എന്ന് പറഞ്ഞുകൊണ്ട് കപ്പലിന്റെ അടിയിൽ പോയി കിടന്നുറങ്ങിയ യോനെ പോലെ നീ ഉറങ്ങരുത്. നീ ഉറങ്ങിയാൽ എന്ത് സംഭവിക്കുന്ന വചനം പഠിപ്പിക്കുന്നു. നീ ഉണരാതിരുന്നാൽ, നീ ഇത് ചെവിക്കൊള്ളാതിരുന്നാൽ, നീ ഇത് ശ്രദ്ധിക്കാതിരുന്നാൽ, നീ വചനം മൈൻഡ് ചെയ്യാതിരുന്നാൽ, നീ വചനത്തെ പുറകിൽ എറിഞ്ഞു കളഞ്ഞാൽ, രോഗസൗഖ്യം മാത്രം മതി, വീട് മതി, കാറ് മതി, കുഞ്ഞു മതി, വിവാഹം മതി, വിദ്യാഭ്യാസം മതി, ജോലി മതി, ഇങ്ങനെയുള്ള ചില നേട്ടങ്ങൾ മതി എന്ന് പറഞ്ഞ് ഈ വചനത്തെ പുറകിൽ എറിഞ്ഞു കളയരുത്. നീ ഉണരാതിരുന്നാൽ,
ഞാൻ കള്ളനെ പോലെ വരും. ആമേൻ. ഞാൻ പറഞ്ഞ അനുഗ്രഹങ്ങളൊന്നും വേണ്ട എന്നല്ല ഞാൻ ഈ പറയുന്നത്, അതൊക്കെ വേണം. പക്ഷേ അതിലുപരിയായി നിത്യത കരസ്ഥമാക്കിയിരിക്കണം ഓരോ ദൈവജനവും. ലോകത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ നമ്മൾ കാണാറുണ്ട്. ക്യാൻസർ മാറുന്നു, എയ്ഡ്സ് മാറുന്നു, കുഷ്ഠം മാറുന്നു, മന്ത് മാറുന്നു. ഈ കാരുണ്യ പ്രാർത്ഥനയിലൂടെ പല ഡെഡ് ബോഡികൾ ജീവിച്ചു. ഒത്തിരി അത്ഭുതങ്ങൾ കർത്താവ് ഇവിടെ ചെയ്തു. എന്നാൽ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എന്ന് പറയുന്നത് എന്താണ്? ക്യാൻസർ മാറുന്നതല്ല, ഡെഡ് ബോഡി ഉയർക്കുന്നതല്ല. എന്താണ്? ഒരു പാപി പാപബോധം വന്ന്, കുറ്റബോധം വന്ന്, അനുതാപപ്പെട്ട്, കരഞ്ഞ്, മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കലേക്ക് അടുത്ത് അവന്റെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. അവന്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഇറങ്ങിച്ചെന്ന് അവനെ കൊണ്ട് കരയിപ്പിച്ച് അവനെ പാപബോധവും കുറ്റബോധവും കൊടുത്ത് ആമേന്റെ പാപി മനം തിരിഞ്ഞ് മാനസാന്തരപ്പെടുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. സ്തോത്രം. അത്ഭുതങ്ങൾ വേണം എങ്കിൽ മാത്രമേ ജനം ദൈവത്തിങ്കിലേക്ക് അടുക്കുകയുള്ളൂ. മിഷൻ ഫീൽഡിലും ദൈവത്തെ അറിയുവാൻ ഇടയാവുകയുള്ളൂ. സ്തോത്രം. ആമേൻ. സ്തോത്രം. ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുന്നു എന്ന് നീ അറിയുകയുമില്ല. 1 തെസ്സലോനിക്കർ 5:2. സ്തോത്രം. ഇവിടെ പഠിപ്പിക്കുന്ന സ്തോത്രം, അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവ വേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും. ഇത് ഭയങ്കര പ്രസംഗ വിഷയമാണ്. സ്തോത്രം. ചിലർ പറയാറുണ്ട്, സ്തോത്രം, എത്ര തെറ്റ് ചെയ്തവരുടെ അടുത്ത് പറയും, അമ്മേസ്ത്ര തെറ്റൊന്നും അല്ല, കുഴപ്പമില്ല. അമ്മേസ്ത്ര ആരുണ്ട്? സ്തോത്രം. എത്രയോ പേർ പാപം ചെയ്തിരിക്കുന്നു, ബൈബിളിൽ എത്രയോ പേർ തെറ്റ് ചെയ്തിരിക്കുന്നു. ആമേസ്ത്ര സത്യവേദ പുസ്തകം എന്ന് എഴുതി വെച്ചിട്ട് എന്തിനാണ്? തെറ്റ് ചെയ്ത് തെറ്റ് പോലും ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. എന്നാൽ അവർ അനുതാപപ്പെട്ട് വന്നവർക്ക് നിത്യത ലഭിച്ചതും അനുതാപപ്പെടാത്തവർ ആമേസ്ത്ര നിത്യതയിൽ പ്രവേശിക്കാത്തതും വ്യക്തമായി ദൈവവചനം പഠിപ്പിക്കുന്നു. എരിയുന്ന തീച്ചൂള, കത്തുന്ന നരകം, അവിടെ പോകാതിരിക്കാനാണ് ദൈവമക്കളെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് എപ്പോഴും പല ദൈവദാസന്മാരിലൂടെ ദാസിമാരിലൂടെ വിളിച്ച് പറയിപ്പിക്കുന്നത്. കർത്താവ് ഭൂമിയെ ഇളക്കുന്നു, അവൻ കരയെ കടലിനെ ഇളക്കുന്നു, അവൻ ആകാശത്തെ ഇളക്കുന്നു. ഏതൊരു വ്യക്തിക്ക് സ്തോത്രം പിടിച്ചു വെക്കാൻ കഴിയും? അവ ഇളക്കേണ്ടത് ഇളക്കാൻ ഒരു വ്യക്തിക്ക് പിടിച്ചേക്കാൻ കഴിയത്തില്ല. നീ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത്. നിന്റെ പ്രാർത്ഥന ഞാൻ കേൾക്കയില്ല. ഞാൻ വിളിച്ചോട്ട് വിളി കേട്ടില്ല. അവർ മുഖം തിരിച്ചു കളഞ്ഞു. അവർ വിളിച്ചോട്ട് വിളി കേട്ടില്ല, അവർ മുഖം തിരിച്ചു കളഞ്ഞു. അതുകൊണ്ട് നീ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കരുത്. എല്ലാം വായിക്കുക, കുറച്ചു ഭാഗം മാത്രം വായിക്കരുത്. ആമേശ്വരം ഇഷ്ടമുള്ള ഭാഗം മാത്രം ബൈബിളിൽ നിന്ന് വായിക്കരുത്. ചിലർ പറയും കുഴപ്പമൊന്നുമില്ല. സ്തോത്രം. എന്തിന്? പാപത്തിനെ വളർത്തിവിടുന്ന ചില വ്യക്തികൾ, പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ചില വ്യക്തികൾ, പാപം ചെയ്താലും അത് തെറ്റെന്ന് പറയാത്ത ചില വ്യക്തികൾ, തെറ്റുകൾക്ക് കൂട്ടുനിൽക്കുന്ന ചില വ്യക്തികൾ, തെറ്റാണെന്ന് അറിഞ്ഞിട്ടും കുറ്റബോധം വരാത്ത ചില വ്യക്തികൾ, തെറ്റാണെന്ന് അറിഞ്ഞിട്ടും തെറ്റിന് സ്തോത്രം വീണ്ടും വീണ്ടും ചെയ്യുവാൻ അവസരം ഒരുക്കി കൊടുക്കുന്ന വ്യക്തികൾ, സ്തോത്രം തെറ്റ് ചെയ്യുമ്പോൾ ചിലരുടെ സമ്പത്തിന് വേണ്ടി, ചിലരുടെ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, അവരുടെ സ്നേഹം നഷ്ടപ്പെട്ടു പോകാതിരിക്കുന്നതിന് വേണ്ടി തെറ്റുകളെ കണ്ണടച്ചു കൊടുക്കുന്ന വ്യക്തികളായിരിക്കാനല്ല ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചത്. തെറ്റ് തെറ്റ്, ശരി ശരി എന്ന് പറയുന്ന വലിയവരെന്നോ ചെറിയവരെന്നോ മുഖം നോക്കാതെ ഒരുപക്ഷെ വലിയവൻ നിന്നെ വലിച്ചെന്നത് വരും. ഞാൻ പറയട്ടെ, സ്വർഗത്തിലെ ദൈവത്തെക്കാൾ വലിയവനാണ്. സ്വർഗത്തിലെ ദൈവത്തെക്കാൾ വലിയവനാണ്. സ്വർഗത്തിലെ ദൈവത്തെക്കാൾ യാതൊരു VIP ഇല്ല, ഇല്ല, ഇല്ല. ഭയപ്പെടരുത്. ഭയപ്പെടുവാൻ യോഗ്യനായവനെ ഭയപ്പെടുക. ആരാ ഭയപ്പെടുവാൻ യോഗ്യൻ? മനുഷ്യനെ ശങ്കിക്കുക, ദൈവത്തെ ഭയപ്പെടുക എന്ന് ദൈവത്തിനെ പഠിപ്പിക്കുന്നു. ആരെ ഭയപ്പെടുന്നു? ദേഹത്തെയും ദേഹിയെയും കൊന്ന് നരകത്തിൽ തള്ളിയിടുവാൻ യോഗ്യനായവനെ ഭയപ്പെടുക. നീ ആരെ ഭയപ്പെടുന്നു? ഞാൻ ആരെ ഭയപ്പെടും? എന്റെ വിശ്വാസ ജീവിതത്തിൽ യേശുവിന്റെ കൂടെയുണ്ട്, എന്റെ കോട്ടയും ശരണവുമേ. യേശുവിന്റെ കൂടെയുണ്ട്, എന്റെ കോട്ടയും ശരണവുമേ. ഒരു സൈന്യം എന്നെ
ഒരു സൈന്യമെന്റെ പാളയമിറങ്ങിയാൽ ഞാൻ ഭയപ്പെടില്ല. ഒരു സൈന്യമെന്റെ പാളയമിറങ്ങിയാൽ ഞാൻ ഭയപ്പെടില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. നീതിക്ക് വേണ്ടി നിന്നിട്ട് സ്തോത്രം കട്ടുറുങ്കിൽ അടയ്ക്കപ്പെട്ടാലും നീ ഭയപ്പെടരുത്. എവിടെ വെച്ച് മരണമായാലും ഭയപ്പെടരുത്. നിന്റെ സ്നേഹിതർ നിന്നെ വിട്ടു പോയാലും നീ ഭയപ്പെടരുത്. ആദ്യ സ്നേഹമില്ലാതെ ആരെങ്കിലുമൊക്കെ നിന്നെ വലിച്ചെറിഞ്ഞാലും നീ ഭയപ്പെടരുത്. നിന്റെ കുടുംബക്കാർ പലരും ഫാമിലിയിൽപ്പെട്ട ആമേ സ്തോത്രം പലരും നിനക്കെതിരായാലും ഭയപ്പെടരുത്. ആമേ നിന്നോട് കൂടെ എല്ലാ കാലവും ഉണ്ടാകും എന്ന് പറഞ്ഞ വ്യക്തി നിന്നെ വലിച്ചെറിഞ്ഞാലും ഭയപ്പെടരുത്. ഞാൻ പറയട്ടെ സ്തോത്രം, യേശു വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തൻ, വാക്കും മാറാത്തവൻ. മനുഷ്യൻ മാറിപ്പോകും, കുന്നുകൾ മാറിപ്പോകും, പർവ്വതങ്ങൾ നീങ്ങിപ്പോകും, എന്റെ ദയയോ നിന്നെ വിട്ട് മാറുകയില്ല എന്നരുളി ചെയ്ത ദൈവം നിന്നെ വിട്ട് മാറാത്തവൻ. ഹല്ലേലൂയ. അതുകൊണ്ട് സ്തോത്രം ആമേ വചനം പഠിപ്പിക്കുന്നത് ലഘുവായി ചികിത്സിക്കുന്നവരുണ്ട്. ലഘുവായി, അത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ആമേ സ്തോത്രം വലിയ കുഴപ്പമാണ്, വലിയ കുഴപ്പമൊരിക്കലും ചീഞ്ഞഴുകിയിരിക്കുകയാണ്. ആമേ അത് വെച്ച് കെട്ടിയിട്ടില്ല, ആമേ എണ്ണ പുരട്ടി ശമിപ്പിച്ചിട്ടില്ല, ആമേ അത് ഞെക്കി കഴുകിയിട്ടുമില്ല. പക്ഷെ എങ്കിലും സ്തോത്രം ലഘുവായി ചികിത്സിക്കുകയാണ്. അത് ഞെക്കി കഴുകാതെ, അത് വെച്ച് കെട്ടാതെ, അത് എണ്ണ പൂശാതെ, അതിന്റെ ആമേ ഞെക്കി കഴുകാതെ അതിന്റെ പുറത്ത് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു കാര്യമില്ല. മനസ്സിലായി കാണും. ആമേ അകത്തിരിക്കുന്ന പാപത്തിന്റെ കറ പുറത്തു പോകാതെ പുറമേ സ്തോത്ര സ്തോത്ര സൂത്ര സൂത്രം എന്ന് പറഞ്ഞതുകൊണ്ട് ഒരു അർത്ഥമില്ല. അത് സ്തോത്രമല്ല, അത് സൂത്രമാണ്. ഞെക്കി കഴുകേണ്ടത് ഞെക്കി കഴുകിയിട്ട് മാത്രമേ അതിൽ എണ്ണ പൂശി കെട്ടാവൂ. അങ്ങനെ ചെയ്യാതെ ലഘുവായി ചികിത്സിക്കുന്നവരെ ദൈവവചനത്തിലൂടെ പിതാവായ ദൈവം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെ സ്തോത്രം പഠിപ്പിക്കാൻ ഞാൻ പറയുന്നതല്ല. ആമേ സ്തോത്രം. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ അവർ പറയും ഒരു കുഴപ്പമില്ല, നിനക്ക് സമാധാനം വരൂ, അവന് നിർഭയമായിരുന്നോ, നിനക്കൊരു ദോഷവും വരികയില്ല. ആമേ സ്തോത്രം. നീ ഏത് വിധത്തിൽ അടിച്ചു പൊളിച്ച് ജീവിച്ചാലും ശരി, ആമേ സ്തോത്രം, ഞാൻ ആമേ കൊണ്ട് അത് നിനക്ക് ഒരു പ്രശ്നവും വരത്തില്ല എന്ന് പറയുമ്പോൾ സമാധാനം നിർഭയം എന്ന് പറയുമ്പോൾ ആമേ സ്തോത്രം ചിലർ വിചാരിക്കും ഓ കുഴപ്പമൊന്നുമില്ല എനിക്ക് സ്തോത്രം, എനിക്ക് ആമേ സ്തോത്രം ഞാൻ എന്നേ കുടിക്കുന്നു, ഞാൻ എന്നേ ആമേ സ്തോത്രം പല ലഹരികൾ ഉപയോഗിക്കുന്നു, എന്നേ എനിക്ക് തോന്നിയ പ്രകാരം ഞാൻ ആരെക്കുറിച്ചെല്ലാം അപവാദം പറയുന്നു, ഏതെല്ലാം വിധത്തിൽ ഞാൻ ജീവിക്കുന്നു, എനിക്ക് പറയത്തക്ക കുഴപ്പമൊന്നും വന്നില്ല. ഇവിടെ പറയുകയാണ് സ്തോത്രം ആമേ സമാധാനമെന്ന് നിർഭയമെന്ന് പറയുമ്പോൾ ആമേ സ്തോത്രം 1 തെസ്സലോനിക്കർ 5:3 ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും. അവർക്ക് തെറ്റിയൊഴിയാവതുമല്ല. കാരണം കർത്താവ് വിളിച്ചപ്പോൾ വിളി കേട്ടില്ല, മുഖം തിരിച്ചു കളഞ്ഞു. ആമേ സ്തോത്രം. അതുകൊണ്ട് കർത്താവും തിരിഞ്ഞു നോക്കത്തില്ല. സ്തോത്രം. ഇവിടെ പഠിപ്പിക്കുന്ന സ്തോത്രം അവർക്ക് തെറ്റി ഒഴിയാവതും അല്ല. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിക്കാതിരിപ്പാൻ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിക്കാതിരിപ്പാൻ നിങ്ങൾ ഇരുളിലുള്ളവർ അല്ല, വെളിച്ചത്തിന്റെ മക്കളായി ജീവിപ്പാൻ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന സ്തോത്രം. ഇരുട്ടിന്റെ പ്രവർത്തികൾ ഉപേക്ഷിച്ച് വെളിച്ചത്തിന്റെ പ്രവർത്തികളെ ചെയ്യുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. അതേ സ്തോത്രം. ഇവിടെ വചനം പഠിപ്പിക്കുന്നു കർത്താവ് കള്ളൻ വരുന്നതുപോലെ വരും. ആമേ സ്തോത്രം. തിരുവചനം ആമേ നമ്മെ പഠിപ്പിക്കുന്ന സ്തോത്രം കർത്താവ് വരുമ്പോൾ ഒരുക്കപ്പെട്ടവർ മാത്രമേ ആമേ സ്തോത്രം എടുത്തുകൊള്ളപ്പെടൂ. ആമേ സ്തോത്രം. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരുടെ കാതുകളിൽ മാത്രമേ കർത്താവിന്റെ കാഹളധ്വനി കേൾക്കുകയുള്ളൂ. ദാവീദിന്റെ സന്തതിയായി മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തു, അവനത്രയും നമ്മുടെ സുവിശേഷം. അതേ സ്തോത്രം. നമ്മൾ ഓടിയതുകൊണ്ടോ അധ്വാനിച്ചതുകൊണ്ടോ ആമേസ്ത്രം പ്രയോജനമില്ലാത്ത രീതിയിലല്ല. ആമേസ്ത്രം നമ്മൾ ജീവന്റെ കിരീടം, വാടാത്ത കിരീടം, നീതിയുടെ കിരീടം, തേജസ്സിന്റെ കിരീടം, ശോഭയുടെ കിരീടം പ്രാപിക്കേണ്ടതിന് ആമേസ്ത്രം ഒരുക്കത്തോടെ ആയിരിക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. അതേ സ്തോത്രം. ഒരു സംഭവ കഥ ഇങ്ങനെയുണ്ട്. ആമേസ്ത്രം ഒരിക്കൽ ഒരു റെയിൽവേ ട്രാക്കിൽ റെയിൽവേ ട്രാക്കും വാഹനം പോകുന്ന ഒരു റോഡ് തമ്മിൽ സന്ധിക്കുകയാണ്. ആ സ്ഥലത്ത് ഒരു റെയിൽവേ ഉദ്യോഗസ്ഥനെ അവിടെ കാവലിനെ ഏൽപ്പിച്ചിരുന്നു. പക്ഷേ എല്ലാ സമയങ്ങളിലും
ഇന്ന സമയങ്ങളിൽ ഈ റൂട്ടിൽ ട്രെയിൻ പോകും എന്ന് ഇൻഫർമേഷൻ ഇദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ഇദ്ദേഹം അങ്ങനെ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. എന്നാൽ ഒരു രാത്രി ആ മനുഷ്യൻ ഉറങ്ങിപ്പോയി. ട്രെയിനിന്റെ അലാറം കേട്ട്, ഹോണടി കേട്ട് അദ്ദേഹം ചാടി എഴുന്നേറ്റു. അദ്ദേഹം അവിടെ സിഗ്നൽ കാണിക്കണമായിരുന്നു. അദ്ദേഹം ചാടി എഴുന്നേറ്റതും ട്രെയിൻ വരുന്നു. ചീറി പാഞ്ഞു വരുന്ന ട്രെയിൻ മറ്റൊരു വാഹനം എതിരെയും വരുന്നു. അദ്ദേഹം പരിഭ്രാന്തിയിൽ വേഗത്തിൽ ഉണർന്ന് അദ്ദേഹത്തിന്റെ റാന്തൽ വിളക്കെടുത്തു. അദ്ദേഹം ഇങ്ങനെ ഉയർത്തി കാണിച്ചു സ്തോത്രം. പക്ഷേ സംഭവിച്ചത് അപകടമായിരുന്നു. സ്തോത്രം. ആ വാനിലുണ്ടായിരുന്ന എല്ലാ വ്യക്തികളും മരണപ്പെട്ടു. ഇദ്ദേഹത്തിന്റെ പേരിൽ കേസിട്ടു. കേസ് വാദം വന്നപ്പോ ഇദ്ദേഹത്തിന്റെ വക്കീൽ ഇദ്ദേഹത്തിന് വേണ്ടി വാദിക്കുകയാണ്. അഡ്വക്കേറ്റ് ചോദിച്ചു, നീ ട്രെയിൻ വന്നപ്പോൾ റാന്തൽ വിളക്ക് എടുത്തിരുന്നു? അത് എടുത്തിരുന്നു. നീ ഉയർത്തിപ്പിടിച്ചിരുന്നു? അദ്ദേഹം പറഞ്ഞു, ഞാൻ എന്നെ കൊണ്ട് കഴിവതാവതത്ര ഉയർത്തി തന്നെ പിടിച്ചിരുന്നു. സ്തോത്രം. അദ്ദേഹത്തെ ജഡ്ജി വെറുതെ വിട്ടു. അദ്ദേഹം പുറത്തിറങ്ങിയപ്പോൾ സ്തോത്രം വേറൊരു അഡ്വക്കേറ്റ് അദ്ദേഹത്തോട് വന്ന് ചോദിച്ചു, വാസ്തവമായി ഞാൻ ആരോടും ഒന്നും പറയത്തില്ല, നീ ഈ റാന്തൽ വിളക്ക് കത്തിച്ചിരുന്നു? അദ്ദേഹം പറഞ്ഞു, പരമാർത്ഥമായും ഞാൻ റാന്തൽ വിളക്ക് എടുത്ത് ഉയർത്തിപ്പിടിച്ചത് വാസ്തവമാണ്, പക്ഷേ ഞാനത് കത്തിച്ചിരുന്നില്ല. അദ്ദേഹം സമയത്തിന് അത് കത്തിച്ചിരുന്നുവെങ്കിൽ ആ വാൻ വന്ന് കയറില്ലായിരുന്നു, ട്രെയിൻ അങ്ങ് പോകുമായിരുന്നു. ഞാൻ വിളക്കുണ്ടായിരുന്നു, പക്ഷെ എന്ത് ചെയ്യാൻ, കത്തിച്ചിരുന്നില്ല, ഉറങ്ങിപ്പോയി. ഇതേപോലെ ഉറങ്ങിപ്പോകുമ്പോൾ വിളക്ക് കത്താതിരിക്കുമ്പോൾ നിനയാത്ത നിമിഷത്തും നിനയാത്ത സമയം കള്ളനെ പോലെ എന്റെ കർത്താവ് വരും. അന്നേരം ഒരുക്കപ്പെട്ടിരുന്നാൽ രണ്ടുപേർ ഒരു തിരുക്കലിൽ പൊടിച്ചുകൊണ്ടിരിക്കും. ഒരു വ്യക്തി എടുത്തുകൊള്ളപ്പെടും. രണ്ടുപേർ ഒരു കിടക്കയിലായിരിക്കും. ഒരു വ്യക്തി എടുത്തുകൊള്ളപ്പെടും, മറ്റൊരു വ്യക്തി തള്ളപ്പെടും. രണ്ടുപേർ വയലിലായിരിക്കും. ഒരു വ്യക്തി എടുത്തുകൊള്ളപ്പെടും, മറ്റൊരു വ്യക്തി കൈവിടപ്പെട്ടു പോകും. എന്തുകൊണ്ടാ കൈവിടപ്പെട്ടു പോയത്? ഒരുങ്ങിയിരുന്നില്ല, കാത്തിരുന്നില്ല, വിശുദ്ധ ജീവിതം ചെയ്തിരുന്നില്ല, ജീവന്റെ പേരില്ലായിരുന്നു. അതിനാൽ അപ്രകാരം സംഭവിക്കാതിരിപ്പാൻ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവരായി കർത്താവിന്റെ വീണ്ടും വരവിനായി ഒരുങ്ങി കാത്തിരിപ്പാൻ കർത്താവ് കൃപയാൽ സഹായിക്കുമാറാകട്ടെ. ആമേൻ.